നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് അതിനുള്ള കർമ്മ ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ വേദനിപ്പിച്ചതായിട്ടുള്ള ആളുകൾക്ക് കർമ്മ ലഭിക്കുമോ? തീർച്ചയായിട്ടും കർമ്മ ലഭിക്കും. നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിരുന്നോ, ആൻസൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ രോഗത്താൽ വലഞ്ഞുകൊണ്ട് അങ്ങനെ ഏത് അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നുപോയത്, അതേ അന്ധകാരത്തിലും അതേ സ്ഥാനത്തും അവരെത്തുന്നതായിരിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിന് എന്ത് ബ്ലെസ്സിങ് ആണ് ഉണ്ടാകുന്നത്? ഓക്കെ, നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്ക്, 2 കാർഡ്സിൻ്റെയും വ്യത്യാസം. ഇതൊരു ബ്ലാക്ക് കാർഡാണ്, കർമ്മ കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് വരുന്നത് ഒരു പോസിറ്റീവ് വിജയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ അപമാനിച്ച വ്യക്തികളുടെ മുമ്പിൽ, നിങ്ങളെ കളിയാക്കിയ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ വിജയം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നൽകുന്നത്? നിങ്ങൾ ഭ്രമത്തിലാകാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യണം, അവിടെ പോകണോ, ഇവിടെ പോകണോ, ഞാൻ അങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഭ്രമിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ഈ ഒരു കപ്പെന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ഒരു കപ്പാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് 7 ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ എല്ലാം കറക്റ്റാക്കി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതല്ലാണ്ട് നമ്മൾ വെപ്രാളപ്പെട്ട് അതും ഇതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ ഒന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. ആദ്യം നിങ്ങൾ സ്പിരിച്വലായിട്ട് കണക്റ്റ് ആകുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ കാര്യവും ലക്ഷ്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ബുദ്ധിമുട്ട് സ്റ്റേജിലൂടെ ഏതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു ഇല്യൂഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ബൗണ്ടറികളും ചലഞ്ചസും ഒക്കെ ആയിരിക്കും, മുന്നോട്ട് പോകുന്നതിന് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരിക്കും. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും. കാരണം ഇതൊരു കർമ്മയാണ്. കർമ്മയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചാണ് നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് എടുക്കാനോ ടാരോ കാർഡ് പഠിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്.